ദിവസം ഒരു 8,000 രൂപ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. അതുപോലൊരു ബിസിനസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ സ്നാക്സാണ് വെജിറ്റബിൾ ചിപ്സ് എന്ന് പറയുന്നത്. അത് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്ന ചിപ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്നാക്കായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അത് വിലസിക്കൊണ്ടിരിക്കണം. നല്ല രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ആഡും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പല റീൽസായിട്ടും പല രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ സൂപ്പർ സ്നാക്സ് ആണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ കഴിയുന്ന ഒരു പക്ക വെജിറ്റബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ മിക്ക ഐറ്റംസുകളും ആഡ് ചെയ്ത് കൊണ്ടിട്ടുള്ള ചിപ്സാണ്. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മിക്സ് വെജിറ്റബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വെജിറ്റബിൾസ് നമ്മൾ ഇപ്പോൾ ഈ കറി വെക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ വെജിറ്റബിൾസിൻ്റെ ഒരു ഡീഹൈഡ്രേറ്റഡ് ചിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ കഴിക്കാറുള്ള പൊട്ടോട്ടോ ചിപ്സ്, അതേപോലെ തന്നെ കപ്പ ചിപ്സ്, അതേപോലെ തന്നെ മിക്സേഴ്സ്, അങ്ങനെ പല ചിപ്സുകളും നമ്മൾ കഴിക്കാറുണ്ടല്ലോ അല്ലേ, ക്രിസ്പി ആയിട്ടുള്ള. അപ്പോൾ അതേ രൂപത്തിൽ വെജിറ്റബിൾസിനെ ക്രിസ്പി ആക്കിയിട്ട് നമ്മൾക്ക് സ്നാക്സ് ആക്കിയിട്ട് നമ്മുടെ വിപണിയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു സംഭവം നമ്മൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? ഇത് ഓൾമോസ്റ്റ് എല്ലാ ചിപ്സും വെജിറ്റബിൾസിൻ്റെ എല്ലാ ചിപ്സും വരുന്നത് പുറത്ത് നിന്നാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് ഈ സംഭവം നമ്മൾക്ക് നാട്ടിലുണ്ടാക്കി, ഇപ്പോൾ നാട്ടിലൊക്കെ ഉണ്ടാക്കാൻ കഴിയും, ഉണ്ടാക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല. പല ആളുകളും അതിനെ ഉണ്ടാക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബിസിനസ് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, എന്തൊക്കെയാണ് നമുക്കതിന് ചിപ്സായിട്ട് വിപണിയിൽ ഇറക്കാൻ കഴിയുക, എന്തൊക്കെ ആവശ്യങ്ങൾ മെഷീൻസാണ് അതിന് വേണ്ടി വരുന്നത്, എങ്ങനെയാണ് ബിസിനസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ബിസിനസ് മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഈ ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു വരുമാനം നമ്മൾക്കതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നല്ല ബ്രാൻഡും നല്ലൊരു പാക്കിങ്ങും നല്ലൊരു ക്വാളിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ബിസിനസ് വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെ വെജിറ്റബിൾസാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ ഉണ്ടാക്കാൻ കഴിയുക വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ചിപ്സ് നമ്മൾ മിക്സ് വെജിറ്റബിൾസിൻ്റെ ചിപ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും കൂടിയിട്ടുള്ളത്. പക്ഷേ അതിലേറ്റവും പ്രധാനമായിട്ട് കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ള ചിപ്സുകൾ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട്, അതേപോലെ തന്നെ ക്യാരറ്റ്, കപ്പ, അതേപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ വെണ്ടക്ക, അതേപോലെ തന്നെ കിൻസ്, അതേപോലെ തന്നെ മിക്സ്ഡ് വെജിറ്റബിൾസ്. അപ്പോൾ ഈ മിക്സ്ഡ് വെജിറ്റബിൾസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കൂടുതൽ റീൽസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ പയറും അതും ഇതും എല്ലാ സാധനവും നമ്മൾ എന്തൊക്കെ വെജിറ്റബിൾസ് നമ്മൾ കഴിക്കാറുണ്ട് അതൊക്കെ നമുക്ക് ചിപ്സ് രൂപത്തിൽ ക്രിസ്പി ആയിട്ട് നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അത് വന്നിട്ടുണ്ട്, മാർക്കറ്റിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലത് പുറത്തുനിന്നാണ് വരുന്നത്, പക്ഷെ നമുക്ക് നാട്ടിൽ അതിൻ്റെ ബിസിനസ് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഈ ഒരു സംഭവം ചെയ്യാനായിട്ട് വേണ്ടൊരു ബിസിനസ് മെഷീനറീസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇത് കട്ട് ചെയ്യാനുള്ള ഒരു വെജിറ്റബിൾ സ്ലൈസർ മെഷീനാണ്. ഇത് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഒരു മെഷീൻസാണ് നമുക്ക് വേണ്ടത്. അത് ഇപ്പോൾ നമുക്ക് മെഷീൻ ഉണ്ടെങ്കിൽ മെഷീനിൽ കട്ട് ചെയ്യാം. മെഷീനിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊഫഷണൽ, അതിൻ്റെ ഒരു കറക്റ്റ് അളവും സൈസ് അളവ് മാറാതെ തന്നെ നമുക്ക് എല്ലാ പീസുകളും കറക്റ്റ് അളവിലും കറക്റ്റ് സ്ലൈസിലും കിട്ടും. പക്ഷെ നമ്മൾ മാനുവൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലത് നല്ല സ്ലൈസ് കറക്റ്റ് കിട്ടും, ചിലത് കട്ടി കൂടും, ചില കട്ടി കുറയും, അങ്ങനെയൊക്കെ പല രീതിയിലും പല അളവിലായിരിക്കും കിട്ടുക. പക്ഷെ അതിൻ്റെ ഒരു മെഷീൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രൊഫഷണലി നമുക്കത് വിപണിയിൽ മാർക്കറ്റിലൊക്കെ ഇറക്കാനാകുമ്പോൾ നമുക്കതിൻ്റെ ഒരു പ്രൊഫഷണൽ സ്റ്റൈൽ അതിന് കിട്ടും. ഓക്കെ, രണ്ടാമത്തേതായിട്ട് ഇതിന് വേണ്ടി വരുന്നത് ഡീഹൈഡ്രേറ്റർ മെഷീനാണ്. നമുക്കറിയാലോ, അത് ഉണക്കിയെടുക്കാനുള്ള ഒരു മെഷീൻസ് ഒരുപാട് ട്രേകളൊക്കെ വെച്ചിട്ട് അതിൽ തന്നെ നമുക്ക് ഈ സംഭവങ്ങൾ വെച്ച് ഉണക്കിയെടുക്കാം. ഇത് നമുക്ക് സത്യത്തിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ കഴിയും. പക്ഷേ ഇതൊരു ചിപ്സ് ആയതുകൊണ്ട്, ഇതൊരു പാക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ടും ഇത് ഒരേ രീതിയിൽ ഇതിൻ്റെ ഡ്രൈനസ് കറക്റ്റ് കിട്ടണം എന്നുള്ളത് കൊണ്ടും ഇതിൻ്റെ ഒരു ഡീഹൈഡ്രേറ്റർ മെഷീൻ ഉണ്ടാവുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു.
അപ്പോൾ നിർബന്ധമായിട്ടും ഒരു ഡീഹൈഡ്രേറ്റർ മെഷീൻ ഇതിന് ആവശ്യമായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റ് അളവിൽ അതിനെ ഉണക്കിയെടുക്കാനും അത് ക്രിസ്പിയാക്കി എടുക്കാനും നമുക്ക് കഴിയുള്ളൂ. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു ഓയിൽ ഫ്രയറാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഇപ്പം നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. ഒരു ലേഡി ഇതിന് മേടിച്ചിട്ട് വീഡിയോ ചെയ്തിരുന്നു. കാരണം ഇത് ഓയിൽ ഫ്രൈഡ് ആണ്, ഡീഹൈഡ്രേറ്റഡ് വിത്തൗട്ട് ഓയിൽ ഫ്രൈഡ് അല്ല, ഇത് ഓയിൽ ഫ്രൈഡ് ആയിട്ടാണ് മാർക്കറ്റിൽ വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓയിലിൻ്റെ കണ്ടൻറ് ഉണ്ട്. പക്ഷേ പല കമ്പനികളും ഓയിലല്ല ഫ്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഓയിൽ മിക്സറാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ മാർക്കറ്റിൽ ഇതിൻ്റെ ഒരു ആഡും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓയിൽ ഫ്രൈ എന്ന് പറയുന്നത് ഒരു ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഓയിൽ ഫ്രൈ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ജെനുവിനിറ്റി നല്ല പക്കയായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും. കാരണം ഓയിൽ ഫ്രൈയിൽ നിന്ന് രക്ഷ നേടാൻ, അല്ലെങ്കിൽ ഓയിൽ ഇല്ലാതെ കഴിക്കാനാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം, ഒന്നുകൂടി ഹെൽത്തി ആവുക. പക്ഷേ ഇത് ഓയിൽ ഫ്രൈഡ് ആകുമ്പോൾ നമുക്കത് ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല. വിത്തൗട്ട് ഓയിൽ ഫ്രൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹെൽത്തി ഫുഡ് എന്നുള്ള രീതിയിൽ നമുക്കിതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഓയിൽ ഫ്രൈഡ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷനിലായിട്ടാണ്. അത് നിങ്ങൾക്ക് എക്സ്ട്രാ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഡീഹൈഡ്രേറ്റഡ് ചെയ്യുന്ന സമയത്ത് ആവുന്ന ഒരു ക്രിസ്പി ടൈപ്പ് ഉണ്ട്. അതിൽ നിന്നും എക്സ്ട്രാ ക്രിസ്പിയിലേക്ക് നിങ്ങൾക്ക് ഇതിനെ സെറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ ഫ്രൈഡ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഓപ്ഷനിലായിട്ട് ഓയിൽ ഫ്രൈഡ് വെച്ചെടുത്തത്. ഓക്കെ, പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ സീലിംഗ് മെഷീനാണ്. പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് വരുന്ന ഒരു സീലിംഗ് മെഷീൻ, അതുപോലെ തന്നെ വെയ് മെഷീൻ, അത് തൂക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ചെറിയ സെറ്റപ്പിൽ തന്നെ നമുക്ക് ഇത് വളരെ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് രീതിയാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ ആദ്യം നല്ല ക്വാളിറ്റിയുള്ള പച്ചക്കറി വാങ്ങുക എന്നുള്ളതാണ്. നമ്മൾ കേടായതോ നാശമായതോ ചീഞ്ഞതോ ഒന്നും വാങ്ങാതെ നല്ല ക്വാളിറ്റിയുള്ള പൊട്ടാത്ത നുറുങ്ങാത്ത നല്ല പച്ചക്കറി മേടിക്കുക, നന്നായി കഴുകുക, നല്ല വെള്ളത്തിൽ നല്ല ഫ്രഷായിട്ട് നല്ല കഴുകിയെടുക്കുക. പല കെമിക്കൽസും ഉപയോഗിച്ച് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കഴുകിയെടുക്കുക. പിന്നെ അതിനെ മെഷീനിലിട്ടിട്ട് അതേപോലെ തന്നെ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്തത്. പിന്നെ അതേപോലെ തന്നെ സാൾട്ട് വാട്ടർ, അതേപോലെ തന്നെ അതിലെന്തെങ്കിലുമൊക്കെ നമ്മുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിനെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ സംതിങ് പൗഡേഴ്സ് മിക്സ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാൾട്ട്, അതുപോലെ ചാറ്റ് മസാല, ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ മിക്സ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ അതുപോലെ ഒരു 6 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെയുള്ള സമയം നമ്മൾ അതിനെ ഡീഹൈഡ്രേറ്റർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്തെടുക്കുക, ഉണക്കിയെടുക്കുക, ഡ്രൈ ആക്കി എടുക്കുക, ക്രിസ്പി ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നല്ല ക്രിസ്പി ആയി ഉണക്കി വന്നതിന് ശേഷം നമ്മളതിനെ പാക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഈ പാക്കിങ്ങിൻ്റെ ഡീഹൈഡ്രേറ്റർ മെഷീൻ്റെ ഇടയിലാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്ട്രാ ഉണക്കം അല്ലെങ്കിൽ എക്സ്ട്രാ ക്രിസ്പി ആവശ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഓയിൽ ഫ്രൈഡ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. പക്ഷേ ഓയിൽ ഫ്രൈ ആകുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് അതിൽ നമ്മൾ പാക്കിങ്ങിൽ നമ്മൾ മെൻഷൻ ചെയ്യണം, നമ്മൾ സ്റ്റിക്കറിൽ നമ്മൾ മെൻഷൻ ചെയ്യണം ഇത് വിത്ത് ഓയിൽ ഫ്രൈഡ് ആണ് എന്നുള്ളത്. വിത്തൗട്ട് ഓയിൽ ഫ്രൈഡ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ മെൻഷൻ ചെയ്യുക. കാരണം രണ്ടിനും രണ്ട് മാർക്കറ്റ് രീതിയുണ്ട്. കാരണം ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഓയിൽ ലെസ് കഴിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിലാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു അടുത്ത നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിനെ പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് 20 ഗ്രാമിൻ്റെ പാക്ക് ചെയ്യാം, 50 ഗ്രാമിൻ്റെ പാക്കുകൾ ചെയ്യാം, 100 ഗ്രാമിൻ്റെ പാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം മിക്സൊക്കെ ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമുക്ക് ഒരു 20 ഗ്രാമിൻ്റെ പാക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കതിൻ്റെ ഒരു അസൽ കോസ്റ്റ് വരുന്നത് 6 രൂപ മുതൽ 8 രൂപ വരെയാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ്, മാനുഫാക്ചറിങ് കോസ്റ്റ് വരുന്നത്. ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് 20 രൂപയാണ്. ഓക്കെ, അപ്പോൾ 20 രൂപ രീതിയിലാണ് ഇതിനെ നമ്മൾ വിൽക്കുക. ഓരോ പാക്കറ്റിലും നല്ല പ്രോഫിറ്റ് മാർജിനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം നമുക്കറിയാലോ ഈ ഇതിൻ്റെ ഒരു മാർക്കറ്റിൽ ഈ ഒരു ചിപ്സിൻ്റെ റേറ്റും അതേപോലെ തന്നെ ഇപ്പോൾ വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഹോൾസെയിലായിട്ടൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് ഏകദേശം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നൊരു ബിസിനസ് തന്നെയാണ്. പിന്നെ ഇത് എവിടെ വിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ചിപ്സ് ഐറ്റംസ് നമുക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമുക്ക് സൂപ്പർ മാർക്കറ്റ്, അതുപോലെ തന്നെ ബേക്കറികൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടീ ഷോപ്പ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ടീ ഷോപ്പിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ പാക്കറ്റുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഓയിൽ കടി കഴിക്കുന്നതിന് പകരം ചിലപ്പോൾ ഓരോ പാക്കറ്റ് പൊട്ടിച്ച് ജസ്റ്റ് പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ജസ്റ്റ് കഴിക്കാൻ കഴിയും. അപ്പോൾ അതേപോലെ തന്നെ ഓൺലൈനിൽ നമ്മൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴി നമുക്ക് അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യാൻ കഴിയും. പിന്നെ ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ
ബിസിനസ് എടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ബിസിനസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഓൺലൈൻ കാലത്ത് നമുക്ക് തീരെ പേടിക്കാറില്ല. കാരണം കൂടുതൽ ആളുകളിലേക്ക് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ എത്തിക്കാനും പരിചയപ്പെടുത്താനും കഴിയുന്നൊരു സിറ്റുവേഷൻ നമുക്കിപ്പോൾ ഉണ്ട് ഓൺലൈനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് പിടിച്ചെടുക്കാൻ കഴിയും. പക്ഷേ നമ്മുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്യണം കേട്ടോ, നല്ല വൃത്തിയിൽ പാക്ക് ചെയ്യണം. പിന്നെ ലൈസൻസ് നമുക്ക് ഇതിനായിട്ട് ആവശ്യം വരുന്നത് FSSAIയുടെ ലൈസൻസ് വേണം. അതേപോലെ GST ഓപ്ഷനിലാണ് നമുക്ക് അതിൻ്റെ ബിസിനസ് വരിക. അത്രയും ബിസിനസ് വളർന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് GST എടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഒരു ദിവസത്തെ ഒരു എക്സാമ്പിൾ ഒരു പ്രോഫിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് 200 പാക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് 20 രൂപ ആണെന്നുണ്ടെങ്കിൽ 200 പാക്കറ്റ് 4000 രൂപ. കോസ്റ്റ് അപ്രോക്സിമേറ്റ് നമുക്കൊരു 2000 രൂപ പ്രോഫിറ്റാണ് നമുക്കൊരു ദിവസം. ഓക്കെ, 2000 രൂപ നമുക്ക് ഒരു 200 പാക്കറ്റൊക്കെ വിറ്റ് കഴിഞ്ഞാൽ പ്രോഫിറ്റ്. 200 പാക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഷോപ്പുകളെ സംബന്ധിച്ച് നമ്മൾ പല ഷോപ്പുകളും സൂപ്പർ മാർക്കറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാമല്ലോ ഇപ്പോൾ 200 പാക്കറ്റ് പോലെ എത്ര ഷോപ്പുകൾ നമുക്ക് കാണണം എന്നുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾക്ക് ബിസിനസ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഇത്. പിന്നെ ഇതൊരു എന്താ പറയുക മീഡിയം ലെവലിൽ, ഇതിപ്പോൾ നമ്മൾ സംസാരിച്ചത് വളരെ ചെറിയ സ്മോൾ സ്കെയിലാണ്. ഇതിപ്പോൾ ഒരു മീഡിയം ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 100-300 പാക്കറ്റൊക്കെ വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 6,000 രൂപയുടെ കോസ്റ്റ് നമുക്ക് വരും. നമുക്ക് ഏകദേശം 3,000 രൂപ നമുക്ക് പ്രോഫിറ്റായിട്ട് നമുക്ക് എടുത്തു വെക്കാം. ഒരു മാസം നമുക്ക് 75,000 രൂപ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതല്ല, ഇത് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള പോലെ നമ്മളെ ഈ ലേസും അതുപോലെ മറ്റുള്ള പാക്കറ്റുകൾ, ഇപ്പോൾ കപ്പ ചിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ ഒക്കെ നമുക്ക് വലിയൊരു മാനുഫാക്ചറിങ് സ്കെയിലിൽ നമുക്കൊരു വലിയ ലെവലിൽ നമ്മൾക്കൊരു പ്ലാന്റ് കമ്പനി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള കമ്പനിയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, വലിയ സ്കെയിലാണ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു 1000 പാക്കറ്റ് ഒരു ദിവസം വിൽക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 20,000 രൂപയുടെ എന്താ പറയുക സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് വരും. നമുക്ക് ഏകദേശം ഒരു 8,000 രൂപ പെർ ഡേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് ബിസിനസ് ചെയ്യാൻ കഴിയും. മാസം ഒരു 2 ലക്ഷം രൂപ വരെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾക്ക് ഇതിനെ ഒരു വലിയ സ്കെയിലിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്കെയിലിൽ നമുക്ക് ഈ ബിസിനസ്സും ചെയ്യാൻ കഴിയും. അത് ഓരോ ആളുകളുടെയും ഒരു ഗട്ട്സും കപ്പാസിറ്റിയും ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും അത് ചെയ്യാനുള്ള ധൈര്യവും അനുസരിച്ചായിരിക്കും നമ്മുടെയൊക്കെ പ്രോഫിറ്റിൻ്റെ ഒക്കെ വളർച്ചയും അളവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ചെറിയ രീതിയിൽ ചെയ്യാം, അതെ, അല്ലെങ്കിൽ ഒരു ആവറേജ് സ്കെയിലിൽ ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി ബിഗ് സ്കെയിലിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. പക്ഷേ ഏത് രീതിയിൽ ചെയ്താലും ഇപ്പോൾ ഇത് മാർക്കറ്റിൽ നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചിപ്സ് ആയതുകൊണ്ട്, നല്ല സ്നാക്സ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ കഴിയുന്ന ഒരു സ്നാക്സ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മാർക്കറ്റ് പിടിച്ചെടുക്കാനും കഴിയും. നല്ല ക്വാളിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വിത്തൗട്ട് ഓയിലൊക്കെ ഒരു ഓയിൽലെസ് സംഭവങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് മാർക്കറ്റ് പിടിച്ചെടുക്കാൻ കഴിയും. നല്ലൊരു ബിസിനസ് നമുക്ക് വിജയിപ്പിച്ചെടുക്കാനും കഴിയും. അപ്പോൾ പുതിയൊരു ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ കഴിയും, ഉറപ്പാണ്, അതിലൊരു സംശയമില്ല. അപ്പോൾ പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.